ഇനി നമുക്ക് വിദ്യാഭ്യാസത്തോടൊപ്പം ഈ ഒരു കാലഘട്ടത്തിൽ ഇൻകവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വരുമാനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നേടിയെടുക്കേണ്ട കുറച്ച് സ്കില്ലുകൾ എന്തൊക്കെയാണ്, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, താല്പര്യമുള്ള മേഖലകൾ കണ്ടെത്താൻ ശ്രമിക്കുക. ചില സ്കൂളുകളിൽ കുട്ടികളുടെ അഭിരുചി അനുസരിച്ച് അല്ലെങ്കിൽ അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ കണ്ടെത്തുകയും അത് ഡെവലപ്പ് ചെയ്യുന്നതിനും ആയിട്ടുള്ള രീതികൾ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാ സ്കൂളുകളിലും ഉള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് സ്കൂളുകളിൽ ഇത് ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് അവരവരുടെ താല്പര്യം അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ അഭിരുചി അനുസരിച്ചുള്ള കാര്യങ്ങൾ കണ്ടെത്തുകയും ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യാം. അവർ എക്സലന്റ് ആവാനും അല്ലെങ്കിൽ ഒരു വരുമാനം നേടാനും അവർക്ക് സാധിക്കുന്നത് ആ ഒരു മേഖലയിലായിരിക്കും. അതുകൊണ്ട് പല സ്കില്ലുകളുള്ള കുട്ടികളായിരിക്കും ഉള്ളത്. അപ്പോൾ അവരുടെ സ്കില്ല് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുകയും ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള ട്രെയിനിങ് നൽകുക, അതിനെ പ്രോത്സാഹിപ്പിക്കുക. അല്ലാതെ വിദ്യാഭ്യാസം കൃത്യമായിട്ടുള്ള 10th 12th ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ ഈ ലെവലിലുള്ള വിദ്യാഭ്യാസം നേടുകയും അതിനുശേഷം ഏത് കോഴ്സ് പഠിച്ചാലും നല്ലൊരു വരുമാനം കിട്ടും എന്ന ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞു. സ്കിൽഡ് ആയിട്ടുള്ള കഴിവുകൾ അനുസരിച്ചുള്ള മേഖലകൾ തിരഞ്ഞെടുത്തെങ്കിൽ മാത്രമേ നല്ല ഒരു വരുമാന സാധ്യത കുട്ടികൾക്ക് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് അങ്ങനെ കഴിവുകൾ ഉള്ള കുട്ടികളിലെ കഴിവുകൾ കണ്ടെത്താൻ ശ്രമിക്കുക. സെക്കൻഡ് പോയിന്റ്, പഠനകാലത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവാകുന്ന സമയങ്ങളാണ് 10th 12th അതുപോലെ തന്നെ ഗ്രാജുവേഷൻ. ഈ ഒരു സമയത്ത് കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിന് മുൻപായിട്ട് തന്നെ ഏത് കോഴ്സ് വേണം എന്നുള്ള കാര്യം തീരുമാനിക്കുക. ഏറ്റവും പ്രധാനമായിട്ട് കുട്ടികളുടെ താല്പര്യം നോക്കുക, അവരുടെ കഴിവ് നോക്കുക. ഓരോ കോഴ്സും അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണോ, അവർക്ക് താല്പര്യമുള്ളതാണോ എന്ന് നോക്കുക. അതിനുശേഷം ആ ഒരു കോഴ്സിലെ എക്സ്പേർട്ട് ഒപ്പീനിയൻ നേടുക. നമുക്ക് പല സോഴ്സിൽ നിന്നും ഓരോ കോഴ്സിനെ പറ്റിയും വിശദമായിട്ടുള്ള വിവരങ്ങൾ ഇന്ന് അവൈലബിൾ ആണ്. ഓരോ മേഖലകളിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളോട് ചോദിക്കാം. നമുക്കറിയാവുന്ന റിലേറ്റീവ്സിനോടും അല്ലെങ്കിൽ കസിൻസിനോട്, ഫ്രണ്ട്സിനോട് അങ്ങനെയുള്ള ആളുകളോട് ചോദിച്ച് കൂടുതൽ വിവരങ്ങൾ തേടാം. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നിന്നും യൂട്യൂബ് അല്ലെങ്കിൽ ഓപ്പൺ AI, ChatGPT അതുപോലുള്ള നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കൂടുതൽ വിവരങ്ങൾ നേടാം. ഏത് മേഖലയിലാണ് അല്ലെങ്കിൽ ഏത് കാര്യങ്ങൾ പഠിച്ചാലാണ് കൂടുതൽ ജോലി സാധ്യതയുള്ളത് എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കുക. കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഉറപ്പാക്കിയ ശേഷം കോഴ്സ് ആരംഭിക്കുക. +2 ശേഷം ഡിഗ്രിക്ക് പോകുന്ന ഒരാൾക്ക് 3-4 വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ജോലിയുടെ മേഖലകളിലേക്ക് ഇറങ്ങേണ്ടി വരുന്നത്. അപ്പോൾ ആ 4 വർഷം അത്രയും കാലം ഈ ഒരു ജോലിക്ക് ഡിമാൻഡ് ഉണ്ടോ എന്നുള്ള കാര്യം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഏത് ജോലിയാണെങ്കിലും ഏത് ബിസിനസ് ആണെങ്കിലും അപ്ലൈ ചെയ്യാവുന്ന കുറേ സ്കിൽസ് ഉണ്ട്. ഉദാഹരണത്തിന് കമ്മ്യൂണിക്കേഷൻ, ഇംഗ്ലീഷ്, തിങ്കിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ് സ്കില്ല്, ഇത് ഉദാഹരണം മാത്രമാണ്. അങ്ങനെ കുറേ സ്കില്ലുകളുണ്ട്. ഏത് ജോലിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുകയും ആ സ്കില്ലുകൾ ഈ പഠന കാലഘട്ടത്തിൽ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക. മറ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടൈം മാനേജ്മെന്റ് സ്കില്ല്, സമയം നഷ്ടമാകാതെ കൃത്യമായിട്ട് കൃത്യസമയത്തിനുള്ളിൽ ഇത്ര കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതിനുള്ള ഒരു സ്കില്ല് നേടിയെടുക്കുക. പ്ലാൻ ചെയ്തുകൊണ്ട് ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ട് ചെയ്യാനുള്ള ഒരു സ്കില്ല്. സ്കിൽ ടു വർക്ക് ഇൻ എ ടീം, ഒരു ടീമിൽ വർക്ക് ചെയ്യാനുള്ള ഒരു സ്കില്ല്. ഒരു ടീമിൽ പല ആളുകളുണ്ടായിരിക്കും. ഉറപ്പായിട്ടും ഈ ആളുകൾക്കെല്ലാം പല ചിന്താഗതിയായിരിക്കും, പല ആഗ്രഹങ്ങളായിരിക്കും, പല ഇഷ്ടങ്ങളായിരിക്കും. പക്ഷെ ആ ഒരു ഗ്രൂപ്പ് ആയിരിക്കുന്നിടത്തോളം കാലം ഏതൊരു പർപ്പസിന് വേണ്ടിയാണ് ആ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തത്, ആ ഒരു ഗ്രൂപ്പിന്റെ എൻ്റയർ ഗോള് ഒരു കാര്യമായിരിക്കും. നമ്മുടെ താല്പര്യങ്ങൾ ചിലപ്പോൾ അതിന് വിപരീതമായിട്ടുള്ള കാര്യമായിരിക്കും. പക്ഷെ ആ ഗ്രൂപ്പിലായിരിക്കുന്നിടത്തോളം കാലം, വർക്ക് ചെയ്യുന്നിടത്തോളം കാലം നമ്മൾ ആ ഗ്രൂപ്പിന്റെ മെയിൻ ഗോളിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു ഗ്രൂപ്പിൽ വർക്ക് ചെയ്യാനുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലീഡർഷിപ്പ് സ്കില്ല്. നമ്മൾ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകും തോറും നമ്മൾക്ക് കീഴിൽ ആളുകൾ ഉണ്ടാകുന്ന ഒരു സമയം വരും. ആ ഒരു സമയത്ത് നമ്മുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ കൃത്യമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുകയും അവരെ നമ്മുടെ ആ ഒരു കോമൺ ഗോളിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ലീഡർഷിപ്പ് സ്കില്ലൊന്നും എല്ലാവർക്കും ഉള്ളതല്ല, പക്ഷെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ഏതൊരു ഗ്രൂപ്പിന്റെ ആയാലും, രാഷ്ട്രീയ പാർട്ടി ആയാലും, ഒരു ബിസിനസ് ആയാലും, ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ് നോക്കിയാൽ പോലും അവിടെ ഒരു ലീഡർ ഉണ്ടെങ്കിൽ ആ ആൾക്ക് ആ ഒരു ഗ്രൂപ്പിനെ മാനേജ് ചെയ്യാനുള്ള സ്കിൽ ഉണ്ടായിരിക്കും. പല പ്രശ്നങ്ങളും ഉണ്ടാകുന്ന സമയത്തും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കേണ്ട സമയത്ത് എല്ലാവരും കൂടി ഒരുമിച്ചായിരിക്കില്ല ഡിസിഷൻ എടുക്കുന്നത്. എല്ലാവരുടെ അഭിപ്രായം കേട്ടിട്ട് 1-2 പേരായിരിക്കും ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത്. അവിടെയാണ് ആ ഒരു ലീഡർ ഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ അഡാപ്റ്റബിലിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി, വ്യക്തിപരമായിട്ടും ലോങ് ടൈം ഗോളുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ മാറ്റങ്ങൾ ചില സാഹചര്യങ്ങളിൽ ആവശ്യമായി വരും. കടുംപിടുത്തം ഉപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ ജോലിയായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ കോമൺ ഗോളിലേക്ക് എത്തുന്ന തരത്തിൽ ചെറിയ മാറ്റങ്ങൾ ജീവിതത്തിൽ വരുത്താൻ സാധിക്കുന്ന ഒരു സ്വഭാവമായിരിക്കണം. അല്ലാതെ ഞാൻ പറയുന്ന കാര്യങ്ങളെ നടക്കൂ എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകൾക്ക് ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അടുത്തത് 4ാമത്തെ കാര്യം, പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇൻകവുമായിട്ട് ബന്ധപ്പെട്ട്. ഏത് കോഴ്സ് പഠിച്ചാലും എന്ത് കാര്യം പഠിച്ചാലും ആ കാര്യത്തെ പ്രാക്ടിക്കലായിട്ട് നമുക്ക് ജോലി ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ആവശ്യമുണ്ടാകുന്ന സമയത്ത് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നമ്മൾ പഠിക്കുന്ന എല്ലാ കാര്യങ്ങൾ കൊണ്ടും എന്തെങ്കിലും ഗുണം ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മൾ കോഴ്സ് പഠിക്കുന്നു. കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എന്ത് കോഴ്സാണോ ഏത് കോഴ്സാണോ പഠിച്ചത് ആ ഒരു കാര്യം
അപ്ലൈ ചെയ്യാൻ സാധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ പ്രയോജനം കിട്ടുന്നുള്ളൂ. കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ശേഷം പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നേടുന്നതിനായിട്ട് 6 മാസമോ 1 വർഷമോ ഒക്കെ എവിടെയെങ്കിലും ഇനി ഇൻകം ഇല്ലെങ്കിൽ പോലും വർക്ക് ചെയ്യുന്നതിനകത്ത് യാതൊരു തെറ്റുമില്ല. അതുപോലെ തന്നെ പഠിക്കുന്ന സമയത്ത് പഠനത്തോടൊപ്പം ഈ സ്കില്ല് നേടുന്നതിനായിട്ട് അല്ല ഒരു സർട്ടിഫിക്കറ്റ് നേടുന്നതിനായിട്ട് എവിടെയെങ്കിലും ജോലി ചെയ്യാനോ ഒക്കെ സാധിച്ചെങ്കിൽ, ഇനി സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് വളരെ വലിയൊരു അസറ്റ് തന്നെയാണ്. സോ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഗെറ്റിംഗ് എ ജോബ് ഓർ ഫോർ സ്റ്റാർട്ടിംഗ് എ കരിയർ. ബിസിനസിന്റെ കാര്യത്തിലാണെങ്കിൽ ജോലിയേക്കാൾ വളരെയധികം സ്കില്ല് വേണ്ട ഒരു കാര്യമാണ് ബിസിനസ് ചെയ്യുക എന്നുള്ളത്. അവിടെ നമ്മളാണ് സ്വയം തീരുമാനങ്ങൾ എടുക്കേണ്ടത്. ജോലിയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന നിർദ്ദേശം അനുസരിച്ച് വർക്ക് ചെയ്താൽ മാത്രം മതി, റിസ്ക് കുറവാണ്. പക്ഷേ ബിസിനസ്സിൽ അങ്ങനെയല്ല, ഒരുപാട് റിസ്ക് ഉണ്ട്. അതുപോലെ തന്നെ കിട്ടാൻ പോകുന്ന റിവാർഡും അൺലിമിറ്റഡ് ആയിരിക്കും. ഇനി ലോസ് ഉണ്ടായാലും നമ്മൾ തന്നെ ഫേസ് ചെയ്യണം. പക്ഷേ കൂടുതൽ വരുമാനം അല്ലെങ്കിൽ കൂടുതൽ മണി, ലിമിറ്റ് ഇല്ലാതെ വരുമാനം കിട്ടാനുള്ള സാധ്യതയുള്ളത് ബിസിനസ്സിലാണ്. അപ്പോൾ ബിസിനസ്സിന്റെ സാധ്യതകൾ വളരെ വലുതാണ്. നമ്മുടെ കഴിവുകൾക്കനുസരിച്ച്, നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ചായിരിക്കണം ജോലി വേണോ ബിസിനസ് വേണോ എന്ന് തീരുമാനിക്കുന്നത്. ചില ആളുകൾ റിസ്ക് എടുക്കാൻ തയ്യാറാണ്. ചില ആളുകൾക്ക് എങ്ങനെയെങ്കിലും ചെറിയൊരു ആവറേജ് ലെവലിൽ ഒതുങ്ങിപ്പോയാൽ മതി. അങ്ങനെയുള്ള ആളുകൾക്ക് ജോലി തന്നെയാണ് നല്ലത്. പക്ഷേ എക്സ്ട്രാ ഓർഡിനറി ലെവലിലേക്ക് എത്തുകയും കൂടുതൽ ഒരുപാട് പണം ഉണ്ടാക്കുകയും അല്ലെങ്കിൽ ഒരുപാട് സ്കില്ല് നേടുകയും ഒത്തിരി കഴിവുകളുള്ള ആളുകൾക്ക് ബിസിനസ് ആയിരിക്കും കൂടുതൽ യോജിച്ചത്. അപ്പോൾ ജോലിയായിട്ട് ബന്ധപ്പെട്ട്, ജോലി അല്ലെങ്കിൽ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഡെവലപ്പ് ചെയ്യേണ്ട സ്കില്ല് അല്ലെങ്കിൽ കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടി നോക്കാം. ഫസ്റ്റ് വൺ, ഏത് കാര്യമാണോ താല്പര്യമുള്ളത് അത് ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കുക, അത് ഡെവലപ്പ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, ഏത് ജോലിയാണെങ്കിലും ബിസിനസ് ആണെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്, കുറേ സ്കില്ലുകളുണ്ട്. ആ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, 10th 12th ഡിഗ്രി പോലുള്ള പ്രധാന ടേണിംഗ് പോയിന്റിൽ കൃത്യമായിട്ടുള്ള ഡിസിഷൻ എടുക്കുക, എക്സ്പെർട്ട് ഒപ്പീനിയൻ തേടുക, എല്ലാ മേഖലകളിൽ നിന്നും എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് വിവരങ്ങൾ അറിഞ്ഞതിന് ശേഷം മാത്രം കൃത്യമായിട്ടുള്ള തീരുമാനമെടുക്കുക. തേർഡ് വൺ, ഏത് ജോലിയാണെങ്കിലും അല്ലെങ്കിൽ ബിസിനസ് ആണെങ്കിലും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന കുറേ സ്കില്ലുകളുണ്ട്. ആ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുക. പഠനത്തോടൊപ്പം ഈ കാര്യങ്ങൾ കൂടി ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക. 4, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്. ഏത് കാര്യം പഠിച്ചാലും പ്രാക്ടിക്കലായിട്ട് ആ കാര്യങ്ങൾ അപ്ലൈ ചെയ്യാനുള്ള സ്കിൽ കൂടി നേടുക, പ്രാക്ടിക്കലായിട്ട് ചെയ്ത് പഠിക്കുക. ഇന്നത്തെ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് വഴി നമുക്ക് ജോലിക്കോ അല്ലെങ്കിൽ ഒരു വരുമാനം നേടുന്നതിനായിട്ട് ആവശ്യമായിട്ടുള്ള സ്കില്ലുകളാണ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഈസി ആയിട്ട് നല്ലൊരു വരുമാനം നേടാൻ നിങ്ങൾക്ക് സാധിക്കും. എല്ലായ്പ്പോഴും നിങ്ങളുടെ മേഖലകളിൽ അപ്ഡേറ്റ് ആയിരിക്കാൻ ശ്രമിക്കുക. മാറ്റങ്ങളും ഇന്നോവേഷൻസും അറിഞ്ഞിരിക്കുക. ഈ വീഡിയോ കാണുന്ന, ജോലിക്ക് ശ്രമിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിലേക്ക് വരുന്ന ആളുകൾക്കും അല്ലെങ്കിൽ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ എല്ലാവർക്കും അവരവരുടെ മേഖലകളിൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും വിദ്യാഭ്യാസം നല്ല രീതിയിൽ പൂർത്തീകരിക്കാനും നല്ലൊരു ജോലി നേടാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.